വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമ മിസ്സാണ്. അപ്പോൾ മിസ്സ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് സോഷ്യൽ സയൻസ് ചെറിയ ടിപ്സൊക്കെ ഉപയോഗിച്ചൊന്ന് പഠിച്ചു നോക്കിയാലോ. സോഷ്യൽ സയൻസിന് ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ. എങ്ങനെയൊക്കെ നോക്കിയാലോ. എടാ, ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റഡി അറ്റ്മോസ്ഫിയർ, പഠന അന്തരീക്ഷം. നമ്മൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ. നമുക്കിപ്പോൾ ചിലർക്ക് എന്താണ് ഒരുമിച്ചിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മൾ ആദ്യം എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആദ്യം നമുക്ക് ആ ഒരു അന്തരീക്ഷം അല്ലേ, സ്റ്റഡി അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യണം. പഠനാന്തരീക്ഷം അവിടെ സെറ്റ് ചെയ്താൽ മാത്രം എന്താണ് നമുക്ക് കൂളായിട്ട് എനിക്ക് ഇവിടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഓരോരുത്തർക്കും ഓരോ തോന്നുന്നുണ്ടാവില്ല. ഇപ്പോൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് പഠിക്കാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ മക്കളെ ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ പല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളെന്താണ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് സെറ്റ് ചെയ്യുക, അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് എന്താ വേണ്ടത്, സ്റ്റഡി അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് ബൈ ഹാർട്ട് മീനിങ്. എടാ, നിങ്ങൾ മനപ്പാഠം പഠിക്കുന്ന കുട്ടികളുണ്ടോ? അതിൽ കുറേ കുട്ടികളുണ്ട് അല്ലേ, ഇങ്ങനെ പഠിക്കാൻ ഇതൊന്നും എന്നെ കൊണ്ട് പഠിച്ചാൽ പറ്റൂല, എനിക്കിതൊന്നും ശരിയാവില്ല എന്ന് തോന്നുന്ന കുട്ടികളെന്താ ഈ മനപ്പാഠം പഠിക്കാൻ നോക്കും. ഈ ബൈ ഹാർട്ട് ആക്കുന്ന സമയത്ത് മക്കളെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ മനപ്പാഠം പഠിച്ച് നമ്മുടെ മൈൻഡിലേക്ക് എത്തുള്ളൂ. പിന്നെ എന്താ 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് മറന്നുപോവുക ചെയ്യുക. പക്ഷെ നിങ്ങൾ മീനിങ് മനസ്സിലാക്കി ഇതാണ് പറയുന്നത് എന്നൊരു മീനിങ് മനസ്സിലാക്കിയിട്ടും പഠിച്ച സെറ്റല്ലേ. എടാ, നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുകയല്ലേ, നമ്മളിപ്പോൾ ആവേശമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റോറി ഒറ്റ പ്രാവശ്യം കാണുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റോറി മൈൻഡിലേക്ക് വന്നില്ലേ. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സംഭവം എന്താണ്, ഒരു സ്റ്റോറിയാക്കി ഒരു കഥ പോലെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചു നോക്കൂ. ഇപ്പോൾ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സമരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുകയെന്ന് വെച്ചോ. ആ സമയത്ത് എന്താണ് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തു, നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ട് പുള്ളിക്കാരൻ 2 വർഷം അങ്ങനെ കറങ്ങി സമയമൊക്കെ പോയി. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യകാല സമരങ്ങളായിരുന്നു ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഗേഡ സമരം. അപ്പോൾ ഇതിലൊരു കഥ. ആദ്യത്തെ എന്തായിരുന്നു, ചമ്പാരൻ സമരം എന്തായിരുന്നു, നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ, അവരെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ചൂഷണം ചെയ്തതിനെ തുടർന്ന്. അതൊരു സ്റ്റോറി, ഇതൊക്കെ ഒരു സ്റ്റോറി ആക്കി നമ്മുടെ മൈൻഡിലേക്ക് ഓർത്ത് വെച്ചാൽ എന്താണ് നമുക്കത് കണക്ട് ചെയ്ത് എപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഒഴിവാക്കണം എന്താണ്, ഈ മനപ്പാഠം പഠിക്കുന്നത് അങ്ങ് ഒഴിവാക്കുക, ബൈ ഹാർട്ട് ആക്കുന്നത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മീനിങ് അർത്ഥം മനസ്സിലാക്കി ഒരു സ്റ്റോറി ആക്കുക. നിങ്ങൾ ആ ഒരു സ്റ്റോറി ആക്കി പഠിച്ചാൽ നമുക്കത് മറന്നു പോവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീഡ് ആൻഡ് റൈറ്റ്. നമ്മളിപ്പോൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതാദ്യം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു സ്റ്റോറി ആക്കി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളത് വായിച്ച് നോക്കുക. അതോടൊപ്പം നിങ്ങൾ എന്തും കൂടി ചെയ്യുക എന്ന് പറയുന്നത് ആ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് ആക്കി ഇങ്ങനെ എഴുതി പഠിച്ചു നോക്കൂ. എഴുതി പഠിക്കുമ്പോൾ എന്നാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അതൊരിക്കലും പോകില്ല. മിസ് അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എഴുതി പഠിക്കാനായിരുന്നു ഇഷ്ടം. നിങ്ങൾ വായിച്ച് പഠിക്കുന്നതോടൊപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് എഴുതി കൂടെ പഠിച്ചു നോക്കൂ. അപ്പോൾ എന്താ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകത്തേയില്ല. ജസ്റ്റ് ഒരു 1 വീക്കൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ നമ്മുടെ മൈൻഡിൽ അത് എത്തുകയും ചെയ്യും, നമുക്കത് എഴുതാനും പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ റിവൈസ് ഷോർട്ട് നോട്ട്. നമ്മൾ റിവിഷൻ ചെയ്യില്ലേ. നമ്മളിപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു, ഒരു 5-6 ചാപ്റ്റേഴ്സ് ഇങ്ങനെ പാഠം പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചോ. അതിലെന്താണ് ഓരോ ചാപ്റ്ററിലും എന്താണ് മെയിനായിട്ട് വരുന്നത് അത് മാത്രം ഒരു നോട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതാണ് മെയിൻ പോയിൻറ്റ്സ് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. അതിങ്ങനെ ഇന്ന ചാപ്റ്ററിൽ 4 പോയിൻറ്റ്സ്, ഇതാണ് ഇവിടെ കൺഫേം ആയിട്ട് പഠിക്കേണ്ടത്, ഇന്ന ചാപ്റ്ററിൽ ഇത് പഠിച്ചേ പറ്റൂ, ഇന്ന ചാപ്റ്ററിൽ അതിങ്ങനെ ജസ്റ്റ് ഷോർട്ട് നോട്ട് ആക്കി എഴുതി ഒരു പേജിൽ തന്നെ ഒരു 3-4 കള്ളിയൊക്കെ ആക്കി വരച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതാണ് പഠിക്കാനുള്ളത്, സെക്കൻഡ് ചാപ്റ്ററിൽ ഇതാണ് പഠിക്കാനുള്ളത്, തേർഡ് ചാപ്റ്ററിൽ ഇതാണ് പഠിക്കാനുള്ളത്, അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ തലേന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ എന്താണ് നമുക്ക് ആ ഒരു കണ്ടന്റ് നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് സോഷ്യൽ സയൻസ് പഠിച്ചു നോക്കും, ഇങ്ങനെയൊക്കെ നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ സാമൂഹ്യശാസ്ത്രം ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട, ബൈ ഹാർട്ട് ആക്കരുത്.
ഒരു കഥ പോലെ മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെന്താ, റീഡ് ആൻഡ് റൈറ്റ് അല്ലേ, റീഡ് ആൻഡ് എഴുതിയും പഠിക്കുക വായിച്ചും പഠിക്കുക, 2 തരത്തിലൊന്ന് പഠിച്ചു നോക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്റ്റഡി അറ്റ്മോസ്ഫിയർ സെറ്റായിരിക്കണം. പിന്നെ അത് റിവൈസ് ചെയ്യുക, ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എന്താണ് സോഷ്യൽ സയൻസ് പഠിച്ചതൊക്കെ നിൽക്കും. ഓക്കേടാ, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ മിസ്സ് ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സുമായിട്ട് എന്താ ഇനിയും വരും. ബൈ.